വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി കറണ്ട് അഫെയർസ്. സെപ്റ്റംബർ മാസത്തിലെ ഡെയിലി കറണ്ട് അഫെയർസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഐസോളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 13, 2025. ഐസോളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം സെപ്റ്റംബർ 13, 2025. അടുത്ത ചോദ്യം, ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആർദ്ര കേരള പുരസ്കാരം 2023-24 ലഭിച്ച മുനിസിപ്പാലിറ്റി? ഉത്തരം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, തൃശ്ശൂർ. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആർദ്ര കേരള പുരസ്കാരം 2023-24 ലഭിച്ച മുനിസിപ്പാലിറ്റി? ഉത്തരം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. ഒന്നുകൂടി നോക്കാം. ഐസോളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് സെപ്റ്റംബർ 13, 2025. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആർദ്ര കേരള പുരസ്കാരം 2023-24 ലഭിച്ച മുനിസിപ്പാലിറ്റി? ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, തൃശ്ശൂർ. അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ്? ഉത്തരം ജയർ ബോൾസൊനാരോ. തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ്? ഉത്തരം ജയർ ബോൾസൊനാരോ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? ഉത്തരം ആസാം. ലോകത്തിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? ഉത്തരം ആസാം. ഒന്നുകൂടി നോക്കാം. തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസൊനാരോ. ലോകത്തിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? ആസാം. അടുത്ത ചോദ്യം, 2025 ആന്ധ്രാപ്രദേശിൽ നിന്നും യുനെസ്കോ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടത്? ഉത്തരം തിരുമല ഹിൽസ് എറാമാറ്റി ഡിബ്ബാലു. 2025 ആന്ധ്രാപ്രദേശിൽ നിന്ന് യുനെസ്കോ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടത്? ഉത്തരം തിരുമല ഹിൽസ് ആൻഡ് എറാമാറ്റി ഡിബ്ബാലു. അടുത്ത ചോദ്യം, കേരളത്തിൽ അടുത്തിടെ പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നുവരുന്ന അഗാധ ഭീമ എന്ന ഏത് തരം ജീവിയാണ്? അഗാധ ഭീമ ഏത് തരം ജീവിയാണ്? ഉത്തരം വരുന്നത് സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ. ഉത്തരം സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ. ഒന്നും കൂടി നോക്കാം. 2025 ആന്ധ്രാപ്രദേശിൽ യുനെസ്കോ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടത്? ഉത്തരം തിരുമല ഹിൽസ് ആൻഡ് എറാമാറ്റി ഡിബ്ബാലു. അടുത്ത ചോദ്യം, കേരളത്തിൽ അടുത്തിടെ പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നുവരുന്ന അഗാധ ഭീമ ഏത് തരം ജീവിയാണ്? ഉത്തരം സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ. അടുത്ത ചോദ്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായ ബാങ്ക്? ഉത്തരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായ ബാങ്ക്? ഉത്തരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം മികവാർന്ന പച്ചത്തുരുത്തുകൾ. 2025 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായ ബാങ്ക്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 2025 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം മികവാർന്ന പച്ചത്തുരുത്തുകൾ. അടുത്ത ചോദ്യം, ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത്? ഉത്തരം ടി പത്മനാഭൻ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ.
അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. ഉത്തരം സ്വസ്ഥ സാരി സശക്ത് പരിവാർ. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്വസ്ഥ നാരി സശക്ത് പരിവാർ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്വസ്ഥ നാരി ശക്തി പരിവാർ. അടുത്ത ചോദ്യം, 2025 ഏഷ്യ കപ്പ് ഹോക്കി വേദി. ഉത്തരം ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി ഇന്ത്യ. വാങ്ചു ജലവൈദ്യുത പദ്ധതി എവിടെ? ഉത്തരം ഭൂട്ടാൻ. വാങ്ചു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാൻ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഞെക്കി ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഒന്നുകൂടി നോക്കാം. ഐസോളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് സെപ്റ്റംബർ 13, 2025. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 6.5 കേരള പുരസ്കാരം 2023-24 ലഭിച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശൂർ. തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസൊനാരോ. ലോകത്തിലെ ആദ്യത്തെ മൂലാധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ആസാം. 2025 ആന്ധ്രാപ്രദേശിൽ നിന്നും യുനെസ്കോ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടത് തിരുമല ഹിൽസ് ആൻഡ് എറാമാറ്റി ഡിബളു. കേരളത്തിൽ അടുത്തിടെ പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നുവരുന്ന അഗാധ ഭീമ ഏത് തരം ജീവിയാണ്? സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 2025 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി സ്വസ്ഥ നാരി സശക്തി പരിവാർ. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി ഇന്ത്യ. വാങ്ചു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാൻ. താങ്ക് യു.